നിങ്ങൾ ഈ ജീവിതത്തില് ഹാപ്പിയാണോ? ലൈഫില് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളത്. ചിലരൊക്കെ ടെമ്പററി ആയിട്ടും അഡിക്റ്റീവ് ആയിട്ടുള്ള ഹാപ്പിനെസിന്റെ പുറകെ പോകാറുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ? എന്റെ കൗൺസിലിംഗ് ആൻഡ് മെന്ററിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രധാന പ്രശ്നമായിരുന്നു ഇത്. പലരും സന്തോഷത്തിന് വേണ്ടി ടെമ്പററി ആയിട്ടുള്ള അഡിക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് അവരുടെ മാനസിക നില കൂടുതൽ തകർക്കാനായിട്ടും ഇത് വഴിവെച്ചിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ട് ഹാപ്പിനെസ് കിട്ടുന്ന പല വഴികളുണ്ട്. അതെന്താണെന്ന് പറഞ്ഞത്. നമ്മളിൽ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്ന 4 തരം ഹോർമോൺസ് ഉണ്ട്. അതായത് ഡോസ്, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ ആൻഡ് എൻഡോർഫിൻ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ആണ് എൻഡോർഫിൻ. പക്ഷേ പതിവായി നടക്കുകയും എക്സസൈസ് ചെയ്യുകയും ഗെയിം കളിക്കുമ്പോഴൊക്കെ നാച്ചുറൽ ആയിട്ട് നമ്മളിൽ എൻഡോർഫിൻ സെഗ്രിഗേറ്റ് ചെയ്യുന്നുണ്ട്. അത് നാച്ചുറലി നമ്മളിൽ ഹാപ്പിനെസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ ഡോപ്പമിൻ നമ്മളിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് നമ്മുടെ മാനസികാവസ്ഥയെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നു. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ കാമായിട്ടിരിക്കുമ്പോൾ, പ്രകൃതിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുമ്പോഴെല്ലാം സെറോട്ടോണിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അത് നമുക്ക് സ്ട്രെസ്, ഡിപ്രഷൻ എന്നിവ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. നമ്മൾ പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുമ്പോൾ, അവരെ ഹഗ് ചെയ്യുമ്പോഴൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. അത് മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങാൻ നമുക്ക് നാച്ചുറൽ ആയി തന്നെ ഹാപ്പി ആയിരിക്കാം. സോ ഈ ടെമ്പററി ഹാപ്പിനെസിന്റെ പുറകെ പോവാതെ നാച്ചുറൽ ആയി ഹാപ്പി ആയിരിക്കുന്ന ഈ ടിപ്സ് എല്ലാം ഒന്ന് ഫോളോ ചെയ്യുക.